ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടൂബ്സ് PSC. അപ്പോൾ നമുക്കറിയാം വീണ്ടും ഒട്ടനവധി നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 31 കുറച്ച് നോട്ടിഫിക്കേഷൻസ് PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കറൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെ കാറ്റഗറി നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നതെന്ന് നമുക്കാദ്യം നോക്കാം. ഈ ഒരു സ്ക്രീൻ കാണുന്നത് ഇപ്പം ഈ ഒരു 31 PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻസിൻ്റെ കാറ്റഗറി നമ്പറാണ്. ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് PSC ഈ ഒരു ഡിസംബർ ലാസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് കാറ്റഗറി നമ്പർ 696/2025 ആണ്. ഓക്കെ, കാറ്റഗറി നമ്പർ വരുന്നത് 696/2025 ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 4 അതായത് 2026 ഫെബ്രുവരി 4 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എല്ലാ നോട്ടിഫിക്കേഷനെയും ലാസ്റ്റ് ഡേറ്റ് അത് തന്നെയാണ്. ഇത് ഗസറ്റ്, അതായത് PSC പബ്ലിഷ് ചെയ്തത്, ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് 2025 ഡിസംബർ 31 ഈ ഒരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനിൽ തന്നെ IT-കാർക്കും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ BTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എല്ലാ പോസ്റ്റുകളും ഉണ്ട്. സോ നിങ്ങളെല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. ഓക്കെ, നെയിം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ് വരുന്നത്. സാലറി ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ഈ നോട്ടിഫിക്കേഷനിൽ കാണാം. ദെൻ അതുപോലെ വേക്കൻസി പറയുന്നത് ഒരു വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ പ്രകാരം. പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിഗ്രിയാണ് ഈ ഒരു പോസ്റ്റിന് ക്വാളിഫിക്കേഷനായിട്ട് PSC പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി പറയാനുള്ളത്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 4/2/2026 ഫെബ്രുവരി ആണ്. ഓക്കെ, ഫെബ്രുവരി മാസം 4 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ 706/2025. ഓക്കെ, 706/2025 അത് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് PSC ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെയും സ്കെയിൽ ഓഫ് പേ, സാലറി ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. അവിടെ നമുക്ക് ക്വാളിഫിക്കേഷനോട് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് നമ്മുടെ BTech സിവിലാണ്. ഓക്കെ, BTech സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഏതെങ്കിലും UGC അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി ഇക്വാലൻസി ഉള്ളവർക്കും ഈ ഒരു ക്വാളിഫിക്കേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അതല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു കാറ്റഗറി നമ്പർ 706/2025 എന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് കാറ്റഗറി നമ്പർ 724/2025. ഓക്കെ, കാറ്റഗറി നമ്പർ 724/2025 അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസീറ്റ് ഗ്രേഡ് 1 പോസ്റ്റ് വരുന്നത്. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ നമുക്ക് കാണാം, 37,400 അവിടുത്തെ സ്റ്റാർട്ടിംഗ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ദെൻ ഏജ് ലിമിറ്റൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 ഇയർ ഡിപ്ലോമയാണ്. ഓക്കെ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ എനി ഇക്വാലൻറ്റ് ദർ. ഓക്കെ, ഏതെങ്കിലും ഇക്വാലൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ മെയിൻ ക്വാളിഫിക്കേഷനായിട്ട് PSC നോട്ടിഫിക്കേഷനിൽ പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ പറയുന്നത്. ദെൻ ഇതിൻ്റെ ഇക്വാലൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വാലൻസിയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ BE സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിൽ വരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ വരുന്നത് 725/2025 ആണ്. ഓക്കെ, 725/2025 ആണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. സ്കെയിൽ ഓഫ് പേ ഒക്കെ പറയുന്നുണ്ട്. അവിടെ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഒരു
ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ 3 ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ചോദിച്ചിട്ടുണ്ട്. 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫ്രം സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇയർ ഡിപ്ലോമയോടൊപ്പം ആ ഒരു 3 ഇയർ എക്സ്പീരിയൻസ് കൂടെ ഉള്ളവർക്ക് അതിന് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 725/2025 എന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം അതിൽ PSC നോട്ടിഫിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് വേറെ ഒന്നുമില്ല, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ കോഴ്സാണ്. അതിനോടൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ഒന്ന് തന്നെയാണ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേക്ക് വരുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലാണ് വരുന്നത്. അപ്പോൾ ദെൻ നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനോട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 882 കാറ്റഗറി നമ്പർ 882/2025 ആണ്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. ഓവർസിയർ ഗ്രേഡ് 2 ആണ്. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആണ്. സ്കെയിൽ ഓഫ് പേ 31,100 മുതൽ 66,800 വരെയാണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. വേക്കൻസിയൊക്കെ എത്രയാണ്? വേക്കൻസിക്ക് നമുക്ക് അവിടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷനോട് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം 3 ഇയർ റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഇക്വലൻസി ഉള്ളവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ SSLC ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, SSLC അല്ലെങ്കിൽ SSLCക്ക് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ അതായത് SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവർക്ക് എന്താണ് 2 ഇയർ കോഴ്സ്, അതായത് നമ്മുടെ IT ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഏതാ 882 882/2025 എന്ന് പറയുന്നത് നമ്മുടെ IT-കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. അവർ SSLCയും പാസ്സായിരിക്കണം, അതുപോലെ തന്നെ എന്ത് പാസ്സായിരിക്കണം, ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ 2 ഇയർ കോഴ്സായ ITI സർട്ടിഫിക്കറ്റും അവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. ഡ്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ സിവിൽ ട്രേഡ് 18 മന്ത് കോഴ്സുള്ള ആ ഒരു കോഴ്സും പാസ്സായവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ 882/2025 എന്ന് പറയുന്നത് IT-കാർക്ക് കൂടെയുള്ള ഒരു പോസ്റ്റാണ്. ഇത് ഓർമ്മിക്കുക, കാറ്റഗറി നമ്പർ 882/2025 IT-കാർക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. സോ IT-കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനോട്ട് പോയി കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 638 വരുന്നത്. കാറ്റഗറി നമ്പർ 638/2025 നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്നാണ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. 4/2/2026 സോ അതും നിങ്ങൾ ഓർമ്മയിലിരിക്കുക. ദെൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറാണ് പോസ്റ്റ് വരുന്നത്. സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആണ്. ഇത് ST-കാർക്ക് മാത്രമുള്ള ഒരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. വേക്കൻസി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു വേക്കൻസിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് ക്വാളിഫിക്കേഷനോട്ട് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതല്ലെങ്കിൽ അത് ഡിപ്ലോമയ്ക്ക് 3 ഇയർ കോഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വാലിറ്റി ഉള്ളവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. ഇത് ഓർക്കുക, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? SC ST-കാർക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് ഈ കാറ്റഗറി നമ്പർ 638/2025 എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ വരുന്നത് 878/2025 കാറ്റഗറി നമ്പർ 878/2025 ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ് വരുന്നത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഫോർ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ട്രാൻസ്ഫോർമേറ്റ് വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ്. കാറ്റഗറി നമ്പർ 878/2025 വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ കഴിയുക. സ്കെയിൽ ഓഫ് പേ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ BTech ഡിഗ്രിയാണ്. BTech ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷന് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അവരെന്തായിരിക്കണം, വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു PWD വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം.
ആ ഒരു പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 633/2025 ആണ്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് LFGD ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ട്രേസർ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 ആണ്. ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് വേക്കൻസി വരുന്നത്. ഇപ്പം നിലവിൽ തൃശ്ശൂരിൽ 2 വേക്കൻസിയും വയനാട്ടിൽ 1 വേക്കൻസിയുമാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയുന്നത് നമ്മുടെ SSLC ഓർ ഇക്വാലൻറ്റ്. ഓക്കെ, SSLC ഓർ ഇക്വാലൻസ് വേണം. അതുപോലെ തന്നെ ബിൽഡിംഗ്, ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ഹയർ ആൻഡ് സർവേ ആൻഡ് ലെവലിംഗ്. അതുപോലെ പാസ് ഇൻ എനി വൺ ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് ആണ് KGT അല്ലെങ്കിൽ MGT, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ജിയോമെട്രിക്, ഡ്രോയിങ്, ലോവർ. ഓക്കെ, ഇതിൻ്റെ ഞാനൊരു ഇക്വാലൻസി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആ നോട്ടിഫിക്കേഷൻ പറയുന്ന KGT. ഓക്കെ, KGT ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവർ എന്ന് പറഞ്ഞാൽ അതിന് ഇക്വലൻസി ആയിട്ടുള്ളത് ITI അല്ലെങ്കിൽ ITC സർവേയർ, അതുപോലെ ITA അല്ലെങ്കിൽ ITC ഡ്രാഫ്റ്റ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്മാൻ സിവിൽ, അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമ ക്വാണ്ടിറ്റി സർവേ ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, അതുപോലെ BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും ഈ ഒരു 7 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ ഈ ഒരു KGT ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവർ എന്ന ആ ഒരു ഇക്വലൻസി വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത് PSCയുടെ നമുക്ക് ആ ഒരു PSC പബ്ലിഷ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇക്വലൻറ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ്. ഓക്കെ, ദെൻ അതുപോലെ KGTയിൽ ബിൽഡിംഗ്, ഡ്രോയിങ്, എസ്റ്റിമേറ്റിംഗ് ഹയറിൽ പറയുന്ന ഇക്വലൻസി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITA ITC സർവേ, അതുപോലെ ITA ITC ഡ്രാഫ്റ്റ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്മാൻ സിവിൽ, പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ക്വാണ്ടിറ്റി സർവേ ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും KGTE ബിൽഡിംഗ്, ഡ്രോയിങ്, എസ്റ്റിമേഷൻ ഹയർ എന്ന ആ ഒരു ഇക്വലൻറ്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ KGTE സർവേ ആൻഡ് ലെവലിംഗ് ലോവറിൽ ഈ ഒരു പറയുന്ന 7 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, 7 ക്വാളിഫിക്കേഷൻ ഏതെങ്കിലുമൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ MGT ബിൽഡിംഗ്, ഡ്രോയിങ്, എസ്റ്റിമേഷൻ ഹയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്ന 7 ക്വാളിഫിക്കേഷൻ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇക്വലൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PSCയുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പിൻ ചെയ്ത് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വാലൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് PDF കിട്ടുന്നതാണ്. സോ അതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, ദെൻ അടുത്ത നോട്ടിഫിക്കേഷൻ പറയുന്നത് കാറ്റഗറി നമ്പർ 775/2025 ആണ്. ഓക്കെ, 775/2025 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ആണ്. ട്രേസർ ആണ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് കേട്ടോ. കോഴിക്കോടിൽ 1 വേക്കൻസി ആണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC ഇക്വാലൻസി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് ഡിപ്ലോമ ഓഫ് ITC അതുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അതായത് SSLCയോടൊപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് SSLC പ്ലസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ പറയുന്നത് ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് ഡിപ്ലോമ ഓഫ് ITC, അതുപോലെ ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് KGT അല്ലെങ്കിൽ MGT, ദെൻ അതുപോലെ സെക്കൻഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് സെക്യൂർഡ് ബൈ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രെയിനീസ് അണ്ടർ TT സ്കീം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ അണ്ടർ ITC കണ്ടക്റ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ എ കോഴ്സ് ഓഫ് 18 months. അതുപോലെ എ പാസ് ഇൻ ബിൽഡിംഗ്, ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ലോവർ, അതുപോലെ ITA സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്മാൻ ട്രേഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ. ഡ്രാഫ്റ്റ്മാൻ ട്രേഡിൽ സിവിലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ സർവേ ട്രേഡോ പഠിച്ചവർക്കും SSLC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് അവാർഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ആ ഒരു ക്വാളിഫിക്കേഷനും SSLCയും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എനി വൺ ഓഫ് ദ ഫോളോവിങ് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു SSLCയോടൊപ്പം ഈ ക്വാളിഫിക്കേഷനിൽ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വാലൻറ്റിയോ അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന എനി വൺ ഓഫ് ദ ഫോളോവിങ് ക്വാളിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ താഴെ പറയുന്നത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
PSC പുറത്തിറക്കിയ ഈ ഡിസംബർ 2025 ഡിസംബർ 31 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ PSC റീസെൻ്റായിട്ട് ഈ എക്സാമുകളുടെയൊക്കെ ഒരു PSC കലണ്ടർ PSC പ്രൊഫൈൽ PSC ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നത് ഉടൻ തന്നെ വരുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് സിവിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർസിയർ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. ഇനി ഈ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഡിസ്കഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ആ ഒരു സീരീസിലുള്ള നിമി ടെസ്റ്റ് സീരീസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻ ഉൾപ്പെടെ എല്ലാ ഓപ്ഷൻസും ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. വെറും 59 രൂപയാണ് ഒരു മാസത്തേക്ക് ഉള്ളത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ്, അതായത് ഓരോ സബ്ജക്റ്റ് വൈസുള്ള ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് ചാപ്റ്ററുകളുടെ ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ് വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു വീഡിയോ കണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. സോ അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025 നമുക്ക് നല്ലൊരു അവസരമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു 2026 നമുക്ക് നല്ലൊരു അവസരമാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു. ഇതിന് മുന്നേ കുറേ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 4-ാം തീയതിയാണ്. ഓക്കെ, ഫെബ്രുവരി 4-ാം തീയതിയാണ്. 2026 ഫെബ്രുവരി 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ അതിനു മുന്നേ തന്നെ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ITS സ്റ്റുഡൻസിനായാലും ഡിപ്ലോമ സ്റ്റുഡൻസിനും BTechകാർക്കും ഉള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.